നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു ആനന്ദത്തിന്റെയും വിനോദത്തിന്റെയും ഒരു അവധിക്കാലം കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അമാനത്താണ് നമ്മുടെ മക്കൾ. ആ അമാനത്തിനെ നാം സ്വീകരിച്ചവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പഠനകാലം ഏകദേശം 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3.5 വയസ്സ് മുതൽ ആരംഭിക്കുക, പല പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ കീഴിൽ മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് പഠനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിഷയാടിസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ബന്ധപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിലേക്ക് വന്നിരുന്നു. ഇന്ന് ബഹുഭൂരിപ സമയവും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ നിൽക്കുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ അവധിക്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ അമാനത്താണ്. മറ്റ് സന്ദർഭങ്ങളിൽ പാഴ്ക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ ഒരു അധ്യാപകന്റെ പേര് നമുക്കുണ്ടാകില്ല. പക്ഷെ ഇന്ന് നമ്മുടെ പേര് മാത്രമാണ്. പൂർണ്ണമായി നമ്മുടെ കീഴിൽ നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സന്ദർഭത്തിനനുസരിച്ച് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടതും നമ്മളുടെ ഓരോരുത്തരുടെയും അമാനത്താണ്, ബാധ്യതയാണ്. അപ്പൊ അവർക്ക് ഗുണങ്ങളും നന്മകളും പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ മറ്റെല്ലാ തിന്മകളിൽ നിന്നും അവരെ പരിവർത്തിച്ചെടുത്ത് നന്മയുടെ കൃത്യമായ ഒരു നിർഘടമായ ഒരു ആസൂത്രണത്തോടെ കൃത്യമായ ഒരു വീക്ഷണത്തോടെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, സലാസത്തുൻ, 3 ആളുകളുണ്ട്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുകയില്ല യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നിന്ന്. അല്ലാഹു തആല അവന്റെ കരുണയുടെ നോട്ടം നോക്കില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടമില്ലാത്ത ആ വിഭാഗം ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറഞ്ഞത് അൽ ആഖുലിൽ വാലിദൈൻ, തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, അവനിലേക്ക് അല്ലാഹു തആല നോക്കില്ല. വൽ മർഅതു മുതറജ്ജില, രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വേഷത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും പുരുഷനോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീ. അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ മക്കള് വെക്കേഷൻ സമയങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തങ്ങളിലേക്ക് എല്ലാത്തിനും തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഒരു പുരുഷനായ അല്ലെങ്കിൽ സ്ത്രീയായ ഒരു സ്ത്രീ, അവൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീയുടെ പുരുഷന്മാരുടെ വേഷവിധാനങ്ങൾ കെട്ടിക്കൊണ്ട് ആടി ഉലയുന്നുണ്ടെങ്കിൽ, അത് കെട്ടുന്നുണ്ടെങ്കിൽ, അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അള്ളാഹു തആല അവരിലേക്ക് നോക്കില്ലെന്നാണ്. ഇത് തന്നെയാണ് ചെറുപ്പത്തിലെ നമ്മളിത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്ത് വലുതാവുമ്പോൾ അവർ അത്തരത്തിലേക്കുള്ള ചിന്തയിലേക്ക്, ഞാനൊരു പുരുഷനാണെന്ന ചിന്തയിലേക്ക് ഒരു സ്ത്രീ കടന്നു ചെല്ലുന്നത്. ഇവിടെയാണ് തുടക്കം നമ്മൾ ഉപദേശങ്ങൾ നൽകേണ്ടത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് മാതാപിതാക്കളോടാണ്. ദയൂസ്, എന്താണ് ദയൂസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു നോക്കാത്ത വിഭാഗമായ 3 വിഭാഗത്തിൽ മൂന്നാമതായി പറഞ്ഞത് ദയൂസ് എന്ന്. അത് നമ്മുടെ വിഷയമാണ്. ഈ ദയൂസിനെ കുറിച്ച് വിശദീകരണം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദയൂസിന് വിശദീകരണം, അവന്റെ പ്രത്യേകത അവൻ തിന്മയെ തൃപ്തിപ്പെടുന്നവനാണ്. അതുമാത്രമല്ല തന്റെ കുടുംബത്തിൽ മ്ലേച്ഛതകള് അത് കണ്ണടച്ചു കളയുന്ന ആളാണ്. ആ മോശമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അത് നിർലോഭം ഒന്നും നോക്കാതെ യാതൊരു പ്രതികരണവുമില്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. നോക്ക് നിങ്ങൾ, നമ്മുടെ വീടുകളിൽ എങ്ങനെയുണ്ടോ?
മൂന്നാമതായി പറയുന്നത് ആ കാര്യത്തിൽ ഒരു ഈർഷ്യതയും ഒരു ദേഷ്യവും ഇല്ലാന്ന്. അപ്പൊ ഇസ്ലാമികപരമായി നമ്മുടെ മക്കൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ദേഷ്യമില്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ദയൂസുകളാണ്, അള്ളാഹു നോക്കാത്ത വിഭാഗമാണ്. ഇസ്ലാമികപരമായി ഒരു പഠനം നമ്മുടെ മക്കളിലേക്ക് ഉണ്ടാക്കിയില്ല എങ്കിൽ, നമ്മളതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ, എല്ലാ തിന്മകളിലേക്കും സിനിമശാലകളിലേക്കും മാത്രമായി സമയത്തെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദയൂസുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും നന്മകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ, പഠന ക്ലാസുകൾ MSMന്റെ കീഴിലാണെങ്കിൽ മോറൽ ക്ലാസുകൾ, വെക്കേഷൻ ക്ലാസുകൾ കടന്നു വരികയാണ്. ഇവിടെയാണ് നമ്മൾ ആരുടെ കൂടെ ആകണമെന്നുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സൂറത്ത് കഹ്ഫാണെങ്കിൽ, നമ്മൾ വായിച്ചിട്ടുള്ള സൂറത്ത് കഹ്ഫാണെങ്കിലും അതിന്റെ ആയത്തിന്റെ 28ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നത്, പ്രവാചക, താങ്കൾ ക്ഷമിച്ചു നിൽക്കണം. വസ്ബിർ നഫ്സക, താങ്കളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി, ആരുടെ കൂടെ? രാവും പകലുമായി അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, രാവും പകലുമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ആ കൂട്ടത്തിലാകണമെങ്കിൽ, നമ്മൾ ദയൂസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മക്കളെ ഉപദേശിക്കണം. നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ആ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടാൻ, അതിനു വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. നമ്മളല്ലെങ്കിൽ അതിനൊക്കെ തിന്മകളിലേക്ക് മാത്രം കൊണ്ടുവിടാനും, അതിന് ടാക്സികൾ ഏർപ്പെടുത്താനും, അതിന് ഊബറുകൾ വിളിച്ച് രേഖപ്പെടുത്തി കൃത്യമായി അതിന് സജ്ജീകരണങ്ങൾ നടത്താനും, അത്തരത്തിലുള്ള വിനോദങ്ങളിലേക്ക്, ദുനിയാവിന്റെ വിനോദങ്ങളിലേക്ക് മാത്രമാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ദയ്യൂസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാന്റെ നോട്ടം കിട്ടാത്ത, അള്ളാന്റെ കരുണ കിട്ടാത്ത വിഭാഗമായി നമ്മൾ മാറും. നമ്മുടെ കുടുംബത്തിൽ നാം ദയൂസുകളാണോ അതല്ല സ്വാലിഹീങ്ങളാണോ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം തന്റെ മകനെ ഉപദേശിച്ചത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തന്റെ മകന്റെ കാര്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ ഉപദേശത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞത്? ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് ഉപദേശിച്ചത് ലാ തുശ്രിക് ബില്ലാഹ്, മോനെ, അള്ളാഹുവിനെ പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ഒരു പ്ലാനിങ്ങോടെ നമ്മുടെ ഈ വെക്കേഷനുകളിൽ, നമ്മുടെ മക്കളുടെ വെക്കേഷനുകളെ ഉപയോഗപ്പെടുത്താൻ, ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ നമ്മൾ തയ്യാറാകണം. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, കൃത്യമായി പഠനങ്ങൾ, ഖുർആന്റെ പഠനങ്ങൾ, ഖുർആന്റെ വായനകൾ, അതിന് സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമ്മുടെ മക്കളെ ചിന്തിക്കുക. സ്കൂളിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി ബന്ധിച്ചിരുന്നു. നമ്മുടെ മക്കൾ തിരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ കൃത്യമായ ഹോംവർക്കുകൾ, അല്ലെങ്കിൽ അവരുടെ എഴുത്ത് കാര്യങ്ങൾ, പരീക്ഷകൾ, ഇതിനു വേണ്ടി തയ്യാറെടുത്തോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കണക്ക് കൂട്ടിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ആ ടെൻഷൻ ഒന്നുമില്ല, ഫ്രീ ആണ്, നെവർ മൈൻഡായി നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദീനിന്റെ കാര്യത്തിന് എന്ത് പ്ലാനിങ് നാം നടത്തി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ സാഹചര്യത്തെയും നമ്മൾ കൃത്യമായി കണക്ക് നോക്കി ആസൂത്രണം ചെയ്ത് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ നന്മകൾ കിട്ടാൻ സാധിക്കുന്ന മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മുടെ മക്കളെ വിടാൻ നമ്മൾ തൽപരരാകണം. പലപ്പോഴും നമുക്ക് കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, സ്കൂളുകൾ തുറക്കുമ്പോൾ വല്ലാത്ത ഓട്ടങ്ങളാണ്, വല്ലാത്ത പ്ലാനിങ് ആണ്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ എന്ത് പ്ലാനിങ് നമ്മൾ നടത്തി? ഒരു 10% നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുന്നതിന് ഒരു 10% ആഖിറത്തിന് വേണ്ടി ഓടാൻ നമ്മൾ തയ്യാറെടുത്തോ? നമ്മൾ ഒന്ന് കരുതേണ്ടതുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളായ നാം ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിനു വേണ്ടിയും ഒരുപോലെ നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഖിറത്തിന് വേണ്ടിയും ആ ദുനിയാവിന് വേണ്ടിയും ഒരുപോലെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ആഖിറത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്താണ് ആഖിറത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സാഹചര്യം എന്ന് പ്ലാനിങ്ങോടെ, ചിന്തയോടെ നടക്കുക. ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. MSMന്റെ അവധിക്കാലം ആ മോറൽ ക്ലാസ്സുകളിലും വെക്കേഷൻ ക്ലാസ്സുകളിലും ഈ ഒരു വേനൽ അവധിക്കാലത്തുള്ള ആ നന്മകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുവാനും, അതുപോലെയുള്ള പരീക്ഷകളിൽ, അതേപോലെ തന്നെ ഇസ്ലാമികപരമായ പഠനങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും, നേരത്തെ പറഞ്ഞതുപോലെ
QHLS വേണ്ടി നമ്മൾ ഇപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഒന്ന് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ എന്ന്. എന്നാൽ നമ്മളത് മുൻകൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായ രജിസ്ട്രേഷൻ ചെയ്യാനും ആ പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ട് ആ നന്മകൾ അല്ലെ, പ്രൈസ് അല്ല മുഖ്യം, അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നതാണ് അതിലാണ് മുഖ്യം പ്രാധാന്യം ഉണ്ടാകേണ്ടത് എന്ന ചിന്തയോടെയാണെങ്കിൽ നമുക്കൊരു പ്രൈസിനേക്കാളും വലിയ സന്തോഷം ഉണ്ടാകുക ആ പരീക്ഷയിൽ മുഴുവനും മാർക്ക് നേടി എടുക്കാൻ സാധിക്കുമാറുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയല്ലോ, ആ ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മൾ കൃത്യമായി ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ ചെറുതും വലുതുമായ സകല തിന്മകളും അള്ളാഹുവിൽ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു തരികയും അള്ളാഹുവെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന നന്മകളായി നാം ഓരോരുത്തരും ചെയ്യുന്ന നന്മകൾ അള്ളാഹുവെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും അതിൽ നിന്ന് എല്ലാത്തിനും സംരക്ഷണം നൽകുകയും ചെയ്യും. അള്ളാഹുവെ നമ്മുടെ മനസ്സിനെ ഞങ്ങളുടെ മതത്തിൽ, ഇസ്ലാം മതത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനും ഇജ്ജത്തും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യണം. അള്ളാഹുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണം. അള്ളാഹുവെ നല്ലൊരു നേതാവിന് അള്ളാഹുവെ ഇസ്ലാമികപരമായി ജീവിക്കാനുള്ള ഒരു മനസ്സിന് പ്രാപ്തിക്കും ഒരു സമാധാനം നൽകുന്ന നേതാക്കളെ ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. അള്ളാഹുവെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم دمر أعداءنا وأعداء المسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.